കോഴിക്കോട് കട്ടിപ്പാറ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ കസ്റ്റഡിയിലെടുത്ത മുസ്ലിം ലീഗ് നേതാവിനെ വിട്ടയച്ചു. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം ഹാഫിസ് റഹ്മാനെയാണ് പോലീസ് വിട്ടയച്ചത്. സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 11ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ഷഹദ്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ലീഗിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ഈ ഹാഫിസ് റഹ്മാൻ, അദ്ദേഹത്തെ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് വീട് വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് അയാളെ വിട്ടയക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്ന് നടന്ന സമയത്ത് ഈ സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇതിന്റെ സമരസമിതി ചെയർമാൻ ഈ ബാബു കുടുക്കിൽ അദ്ദേഹം വിദേശത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ദുബായിലേക്കാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒളിവിലായിരുന്നു. പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി അദ്ദേഹം നാട്ടിലെത്തിയിട്ടുള്ളത് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും അദ്ദേഹം എങ്ങനെ നാട്ടിലെത്തി എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു അറിവും ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് അയാൾ നാട്ടിൽ വന്നത് എന്ന് സംബന്ധിച്ച ഒരു സൂചനയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായും അതുപോലെ തന്നെ ഇയാളുടെ മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടും സഹായിയായി കൂടിയിട്ടുണ്ടായിരുന്ന ഈ ഹാഫിസ് റഹ്മാൻ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ എവിടെയാണ്, ഈ സമരസമിതി ചെയർമാൻ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് പ്രധാനമായിട്ടും ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ള വിവരമാണ് നിലവിൽ എന്തായാലും പുറത്തു വരുന്നത്. പക്ഷേ ഇയാളിൽ നിന്നും കാര്യമായിട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ സമരസമിതി ചെയർമാനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.